ഇന്ന് എനിക്കൊരു ലോഗോ വേണം. അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ആ ലോഗോയുടെ പണി ഞാൻ തീർത്തിരിക്കുകയാണ്. കമ്മീഷൻ വർക്കായത് ഒരു സ്റ്റുഡിയോസ് പേജിലൂടെ ആയിരിക്കും. സോ അതിൻ്റെ ഒരു ജേർണി ഞാൻ ഇതിനകത്ത് വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ലോഗോ നമ്മൾ ഏതൊരു ബ്രാൻഡ് എടുത്താലും അതിൻ്റെ ലോഗോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. സോ ഏത് ബ്രാൻഡ് ഐഡൻറ്റിറ്റി ആയാലും ഒരു പേഴ്സണൽ ബ്രാൻഡ് ആയാലും അതിൻ്റെ ആ ലോഗോ ആണ് നമ്മളുടെ ആ ബ്രാൻഡ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. സോ ഞാൻ എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ഐഡൻറ്റിറ്റിയാണ് ക്രിയേറ്റർ വി എന്ന് പറയുന്നത്. സോ ആദ്യമേ ഒരു കറക്റ്റ് ഒരു ഐഡൻറ്റിറ്റിയിലോട്ട് എത്താൻ വേണ്ടി കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നെങ്കിലും അതായത് ഞാൻ പല പേരുകൾ മാറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എത്തിയൊരു പേരാണ് ക്രിയേറ്റർ വി എന്ന് പറയുന്നത്. സോ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് വേണ്ടി ഒരു ലോഗോ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓഫ് കോഴ്സ് ഇത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിനു വേണ്ടി ഒരു ലോഗോ തയ്യാറാക്കുക എന്ന് പറയുന്നത് കുറച്ച് ഒരു വലിയ ജോലിയാണ്. മീൻസ് നമുക്ക് ഒരു ലോഗോ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും മാറ്റി എടുക്കാൻ പറ്റുന്ന ഒന്നല്ല. സോ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും ഇന്ന് എനിക്കൊരു ലോഗോ വേണം. സോ ഇപ്പം ഞാനത് നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഇനിയും വീണ്ടും ഒരു ലോഗോയും കാണത്തില്ല. സോ ഇപ്പം എൻ്റെ ഒരു 3 ഐഡിയാസ് ഇരിപ്പുണ്ട്. അതെല്ലാം കൂടെ അതായത് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു വന്ന് അതിനു മുമ്പ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ചെയ്തെടുത്ത ഡിസൈൻസും എല്ലാം വെച്ച് ഒരു 3 ഡിസൈൻസ് എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ കുറച്ച് ഡിസൈൻ ചെയ്ത് വെച്ചതും ഇരിപ്പുണ്ട്. സോ ഈ ഒരു 3 ഡിസൈനൂടെ കമ്പൈൻ ചെയ്ത് സെറ്റായാലും ഇങ്ങനെ ഇതുപോലെ അതിൽ നിന്ന് നോക്കിയിട്ട് നല്ല ഒറ്റൊരു ഡിസൈൻ എനിക്ക് ഫൈനലൈസ് ചെയ്യണം. കളർ ഞാൻ തൽക്കാലം നോക്കുന്നില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചെയ്യാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ട, കളർ വേണമെന്നുണ്ടെങ്കിൽ അത് പിന്നായാലും ചെയ്യാം, കുഴപ്പമില്ല. തൽക്കാലം ഒരു ഡിസൈൻ എനിക്കിന്ന് വേണം, അതെന്തുവരെ ഇന്ന് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പായിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്ത് വെച്ച ഒരു ലോഗോ ഡിസൈനാണ് ഈ കാണുന്നത്. സോ ഇതിനകത്ത് ഈ ലെറ്റേഴ്സ് ഓവർലാപ്പ് ചെയ്ത് വരുന്നിടത്ത് ഈ കട്ട് ചെയ്ത് പോകുന്ന കണക്കാണ് ഞാൻ ചെയ്തിരുന്നത്. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കൂടെ പല ലെറ്റേഴ്സ് ആക്കിയിട്ട് നമുക്ക് ഇല്ലുസ്ട്രേറ്റർ വെച്ച് തന്നെ ബാക്കി ഷേപ്പുകൾ ചേഞ്ച് ചെയ്ത് അത്രയും ഫില്ലാക്കി പഴയ കണക്ക് എടുക്കാൻ പറ്റും. അത് ജസ്റ്റ് പെൻ ടൂൾ വെച്ചിട്ട് ആവശ്യമില്ലാത്ത ആങ്കർ പോയിന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അത് ചെയ്യുമ്പോഴത്തേക്കും ആ ലെറ്റേഴ്സ് എല്ലാം റെഡിയായി കിട്ടും. സോ അങ്ങനെ അത്രയും ചെയ്തതിന് ശേഷം ലെറ്റേഴ്സ് വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ടീ ഒരേ അളവിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ബാക്കിയുള്ള ലെറ്റേഴ്സിൻ്റെ അതേ അളവിലാണ് ടീ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടീയുടെ താഴെ 2 ഭാഗത്തും നല്ല ഗ്യാപ്പ് വരും. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടീയുടെ ഹൈറ്റ് കുറച്ച് കൂട്ടി കുറച്ച് വലുതാക്കി അടിയിലായിട്ട് എയും ഓയും വരുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എയും ഓയും കുറച്ച് ചെറുതായി പോകും, ബട്ട് എന്നിരുന്നാലും അത് മൊത്തത്തിൽ ആൾക്കാർക്ക് വായിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ ഞാനിപ്പോൾ ഏകദേശം ഒന്ന് റെഡിയാക്കി. ഇനി ആ സിയും ബിയും ക്രിയേറ്റർ വിയുടെ സിയും ബിയും കുറച്ച് വലുതായിട്ട് തന്നെ കാണിക്കണം എന്നെനിക്കുണ്ടായിരുന്നു. സോ അതാണ് ഞാനിപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ക്രിയേറ്റർ വി സ്റ്റുഡിയോസ് എന്നുകൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ മേളിലെ സ്റ്റുഡിയോസ് കൊടുത്ത് ഇപ്പം അത്യാവശ്യം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മേളിലാണ് ഗ്യാപ്പ് ഉള്ളത്. സോ മേളിൽ സ്റ്റുഡിയോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡിയോസ് ക്രിയേറ്റർ വി എന്നായിരിക്കും വായിക്കാൻ പോകുന്നത്. ബട്ട് എനിക്ക് ക്രിയേറ്റർ വി സ്റ്റുഡിയോസ് എന്നാണ് വേണ്ടത്. സോ അതുകൊണ്ട് എന്തുവായാലും ക്രിയേറ്റർ വി കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് സ്റ്റുഡിയോസ് എന്ന് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റർ വി കഴിഞ്ഞിട്ട് താഴെ അടുത്ത ലൈനിലായിട്ട് സ്റ്റുഡിയോസ് എന്ന് കൊടുക്കുക. അതാണ് എനിക്കുള്ള ഓപ്ഷൻസ്. ഇതിൽ നീളത്തിൽ കൊടുക്കുന്നത് ആ ഒരു ഓപ്ഷൻ ഞാൻ എന്തുവായാലും ചൂസ് ചെയ്യത്തില്ല, അത് നമുക്കൊരു മാച്ചായി പോകത്തില്ല. എന്തുവായാലും താഴെ സ്റ്റുഡിയോസ് എന്ന് കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. സിയും വിയും വലുതാണല്ലോ ഓൾറെഡി. അപ്പോൾ അതൊന്ന് സെൻറ്ററിലോട്ടാക്കി കഴിഞ്ഞാൽ, അതായത് REATOR എന്ന് പറയുന്ന ആ ഒരു സ്പേസിൻ്റെ സെൻറ്ററിലോട്ടായി കഴിഞ്ഞാൽ താഴോട്ട് ഒരു റെക്റ്റാങ്കിൾ സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. മേളിൽ നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് തന്നെ താഴോട്ടും കിട്ടും. സോ മേളിൽ ഓൾറെഡി ഇനിയും കുറച്ച് സ്പേസ് കാണും, കാരണം അതിൻ്റെ പാതിയെ നമ്മൾ താഴോട്ട് കിടക്കുന്നുള്ളൂ.
ബട്ട് അതൊരു പ്രശ്നമല്ല. സോ ഇനി ആ താഴെ വരുന്ന ആ ഒരു സ്പേസിൽ സ്റ്റുഡിയോസ് എന്ന് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് ആ സിയുടെ ഷേപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ഓൾറെഡി ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സിയുടെ ഷേപ്പ് എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ കുറേ അങ്ങ് അകത്തി വെക്കേണ്ടി വരും. സോ അത് മാച്ചായി പോകത്തില്ല. സോ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനത് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. സിയും വിയും ഏകദേശം കുഴപ്പമില്ലാത്തൊരു സൈസിൽ അറേഞ്ച് ചെയ്തിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമുക്ക് സ്റ്റുഡിയോസ് ആണ് ആഡ് ചെയ്യേണ്ടത്. സ്റ്റുഡിയോസ് എന്തായാലും ഭയങ്കര ബോൾഡ് ഫോണ്ട് കൊടുത്താൽ ശരിയാവില്ല. ക്രിയേറ്റർ ബി എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് സോ നമുക്ക് സ്റ്റുഡിയോസ് വേണം. ബട്ട് ക്രിയേറ്റർ ബിയെക്കാട്ടി ക്രിയേറ്റർ ബിയുടെ ഒപ്പമോ ഇമ്പോർട്ടൻസ് അതിന് വരല്ല. സോ അതിന് പറ്റിയൊരു ലൈറ്റ് ഫോണ്ട്, അതായത് ഒരു തിക്നെസ് ഒക്കെ അധികം കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ഫോണ്ടാണ് എനിക്ക് അവിടെ ആവശ്യം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ കുറേ ഫോണ്ടുകൾ ഇങ്ങനെ നോക്കിയതിന് ശേഷം ഒരു കോമിക് സ്റ്റൈലിലുള്ളൊരു ഫോണ്ടാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ എനിക്കെന്തുവരെ ഒരു ഫൺ എലമെൻറ്റ്, അതായത് അതാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ ഒരു ഡിസൈനിൽ നോക്കുന്നത്. ആ ഒരു ഭയങ്കര ഇൻഡസ്ട്രി അങ്ങനത്തെ ലെവലിലോട്ടുള്ള ഡിസൈൻ അല്ല, അതൊരു ഫൺ സിമ്പിൾ ഒരു ലോഗോ ആണ് ഞാൻ നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചൂസ് ചെയ്ത ആ ഒരു കോമിക് സ്റ്റൈലിൽ വരുന്ന ഒരു സിമ്പിൾ ഒരു നമ്മൾ ജസ്റ്റ് എഴുതുന്ന രീതിയിലൊക്കെയുള്ള ഒരു സിമ്പിളായിട്ടൊരു ഫോണ്ടാണ് ഞാൻ സ്റ്റുഡിയോസിൽ നിന്ന് ആ ഒരു സെക്ഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ മെയിൻ ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ ഞാൻ വിചാരിച്ചതിലും പെട്ടെന്നാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. ഒരുപക്ഷെ നേരത്തെ ആ ഒരു ക്രിയേറ്റർ ബി എന്നുള്ളത് കുറച്ച് നേരത്തെ ചെയ്ത് വെച്ചിരുന്നത് കൊണ്ടായിരിക്കാം എനിക്കിത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയത്. ഇപ്പോൾ എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോഗോ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ വൈറ്റ് യൂസ് ചെയ്യും, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ ഡാർക്ക് യൂസ് ചെയ്യും. പിന്നെ നിങ്ങളൊരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇല്ലസ്ട്രേറ്ററിലാണെങ്കിൽ ഒരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും PNG ആയിട്ട് സേവ് ചെയ്യുക. സോ PNG ആയിട്ട് സേവ് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. സോ അതും ശ്രദ്ധിക്കുക, ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആണോ സേവ് ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. കാരണം PNG ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് അല്ലാതെയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക്, വൈറ്റ്, ട്രാൻസ്പെറൻറ്റ്, ഈ ഒരു 3 ഓപ്ഷനാണ് വരുന്നത്. അതിൽ ട്രാൻസ്പെറൻറ്റ് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലോഗോ ഏത് ഇമേജിൻ്റെ മുകളിലായാലും അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ മുകളിലായാലും നിങ്ങൾക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ അത്രയേ ഉള്ളൂ, ലോഗോ റെഡി. സോ ഗൈസ്, ഏകദേശം ഒരു 1/2 മണിക്കൂർ കൊണ്ട് ആ ലോഗോയുടെ പണി ഞാൻ തീർത്തിരിക്കുകയാണ്. സോ എനിക്കറിയത്തില്ല, സാധാരണ ഇങ്ങനെ തീർക്കേണ്ടതല്ല. സോ ഒരു പക്ഷേ നേരത്തെ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയത്. കാരണം കുറേയൊക്കെ ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിൽ ഏകദേശം അതിൽ വലിയ ചേഞ്ചസ് ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്തത്. ഏകദേശം മെയിൻ ഐഡിയ എന്ന് പറയുന്ന ഞാൻ കാണിച്ച ഫസ്റ്റിലത്തെ ആ ഒരു ഇത് തന്നെയായിരുന്നു. ആ ഒരു ഡൂഡിൽ ആ ഒരു ടൈപ്പിലേക്കൊന്നും ഞാൻ പോയില്ല. ജസ്റ്റ് മറ്റേ തന്നെ മതിയെന്ന് എനിക്ക് തോന്നി, എനിക്ക് ഇഷ്ടമായിരുന്നു. സോ അത് ഓക്കെ ആയിട്ടുണ്ട് അതുപോലെ. സോ അത് തന്നെയാണ് ഞാൻ ചെയ്ത് എടുത്തേക്കുന്നതെന്ന് പറയുന്നത്. സോ ഒരുപക്ഷെ ആ ഒരു ഐഡിയ നേരത്തെ മനസ്സിലുണ്ടായിരുന്നതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഒരു ടൈം ലിമിറ്റ് വെച്ചതുകൊണ്ടായിരിക്കും ഇന്ന് തന്നെ ഇത് കിട്ടണം, ഇന്ന് തന്നെ ഇത് വേണം, അധികം തലപോയ്ക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചിന്തിച്ച് ചെയ്തുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റിയത്. എനിവേ സംഭവം റെഡിയായിട്ടുണ്ട്. സോ ഇത് ക്രിയേറ്റർ ബി എന്ന് പറയുന്ന ഒരു ലോഗോ ഉപരി ക്രിയേറ്റർ ബി സ്റ്റുഡിയോസ് എന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ലോഗോയാണ്. സോ നിങ്ങളുടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റുഡിയോസ് എന്ന് പറയുന്ന അതിൽ ഞാൻ മെയിനായിട്ട് കുറച്ച് പ്രോഡക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തു. സോ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കമ്മീഷൻ വർക്ക് ആയത് ഒരു സ്റ്റുഡിയോസ് പേജിലൂടെ ആയിരിക്കും കമ്മീഷൻ വർക്കിൻ്റെ ഇനിയുള്ള അതിൻ്റെ വർക്കുകൾ ഇടുന്നതും അതിന് പ്രൊമോഷൻ ചെയ്യുന്നതും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. സോ അതിന് വേണ്ടിയിട്ടൊരു ലോഗോ ചെയ്യണമെന്നുണ്ട്. ബട്ട് അതൊരു ക്യാരക്ടർ ലോഗോ ടൈപ്പായിരിക്കും ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഒരു ക്രിയേറ്റർ ബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാക്കണമെന്നുണ്ട് എനിക്ക്. സോ ഞാൻ 2Dയിലും 3Dയിലും ക്യാരക്ടേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊക്കെ ഓൺലൈനിൽ റെഫറൻസ് യൂസ് ചെയ്ത് അങ്ങനെ എടുത്തുകൊണ്ടിരുന്ന വർക്കുകളാണ്. പക്ഷെ എനിക്ക് സ്വന്തമായിട്ടൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യമേ എന്തുവായാലും ആ ഒരു ക്യാരക്ടർ ഡിസൈനിങ് പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. സോ ആ ഒരു ക്യാരക്ടർ ഡിസൈൻ പഠിച്ചെടുത്തിട്ട് വേണം ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടുള്ള ലോഗോസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ആ ഒരു ക്യാരക്ടർ ഡിസൈൻ
അല്ലെങ്കിൽ കാർട്ടൂൺ ഡിസൈൻ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഒക്കെ ചെയ്യാം. സോ അതിൻ്റെ ഒരു ജേർണി ഞാൻ ഇതിനകത്ത് വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും എനിവേ ഐ ആം ഹാപ്പി ഫോർ ദിസ്. ആൻഡ് ഈ ഒരു ലോഗോയും വെച്ചിട്ട്, ഈ ഒരു പേരും വെച്ചിട്ട് ക്രിയേറ്റർ ബി സ്റ്റുഡിയോസ് എന്നൊരു പേജിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉടനെ ഞാൻ ചെയ്യുന്നതായിരിക്കും. യാ, ദാറ്റ്സ് ഇറ്റ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ. ഭയങ്കര കാറ്റാണ് ഗൈസ്. എടുത്തുവരുന്ന വീഡിയോസ് കൊള്ളാവോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. കുഴപ്പമില്ല. കഴിഞ്ഞ വീഡിയോയിലും ഓഡിയോയിലൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. വീഡിയോയ്ക്കായാലും അതിനകത്തും കുറച്ച് നോയ്സി ഗ്രെയിൻസ് ഒക്കെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. സോ ഇനിയുള്ള വീഡിയോയിലൊക്കെ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ